വരാനുള്ള ഒരു സമയമാണ്. 2 രാജാക്കന്മാർ പുസ്തകം വായിക്കുന്ന നിങ്ങൾക്ക് വായിക്കാനുള്ള വാക്യം വേറെ പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ എലീശാ പ്രവാചകൻ തന്റെ ശിഷ്യനായിരിക്കുന്ന ഗേഹസിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഗേഹസിയെ നീ എവിടെ പോയി? അപ്പൊ ഗേഹസി വന്നിട്ട് പറഞ്ഞു, യജമാനനെ ഞാൻ അടിയൻ എങ്ങും പോയില്ല. എലീശാ പറഞ്ഞു, എന്റെ ഹൃദയം നിന്നോട് കൂടെ പോരുകയായിരുന്നു. ഇപ്പോഴാകുന്നുവോ സമയം? ഇതാകുന്നുവോ സമയം? അതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമ്പാദിക്കുവാനും നാടുപാടുകളെ നയിക്കുവാനും ദാസിദാസന്മാരെയൊക്കെ ഉണ്ടാക്കുവാനുള്ള സമയം ഇതാണോ? സമയം ഇതാണോ? നിന്റെ സമയം വന്നുപോയി. നിന്റെ ടൈം നീ ശരിയായ നിലയിൽ വിനിയോഗിച്ചില്ല. ഇതാകുന്നുവോ സമയം? നിന്റെ സമയം, ഒരു ശിഷ്യന്റെ സമയം, ഒരു ശിഷ്യത്വത്തിന്റെ വില, ശിഷ്യത്വത്തിന്റെ മൂല്യം നീ മറന്ന് നിന്റെ സമയമൊക്കെ ചെലവഴിച്ചു എന്ന് ഗേഹസിയോട് എലീശാ പറയുകയാണ്. നീ എന്റെ ശിഷ്യനാണെങ്കിൽ നീ ശിഷ്യത്വത്തിന്റെ വില മറന്നു. നിന്റെ സമയത്ത് നീ അരുതാത്തതായ നിന്റെ സമയത്തെ നീ നന്നായി വിനിയോഗിച്ചില്ല. അതുകൊണ്ട് ഇപ്പോഴാണോ ഇതിനൊക്കെയുള്ള സമയം എന്ന് ചോദിച്ചാൽ അവനെ ശാസിക്കുന്നത് നമുക്കാണ്. കർത്താവ് നമ്മെ അങ്ങനെ ശാസിക്കാൻ ഇടയാകാതെ നമ്മുടെ സമയത്തെ നമുക്ക് മനസ്സിലാക്കാം. സമയത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? വാക്യത്തിന് ഞാൻ സൂചന പറയാം, വായിക്കാൻ നമുക്ക്. നാം നമ്മുടെ സമയത്തെ അറിയുന്നില്ലെങ്കിൽ നമുക്കുള്ളതായ കുഴപ്പം എന്താണ്? നമുക്ക് എന്ത് പറ്റും? എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മുടെ സമയത്തെ അറിയുന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യം. സഭാപ്രസംഗി, ഞാൻ അതിന് പ്രസംഗിക്കുന്നില്ല. സഭാപ്രസംഗി 9-ാം അധ്യായം 12-ാം വാക്യം. മനുഷ്യൻ കാലം അറിയുന്നില്ലല്ലോ, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകും. നീ നിന്റെ സമയം അറിയുന്നില്ലെങ്കിൽ നീ കണിയിൽ കുടുങ്ങും. വലിയൊരു കണി പെട്ടെന്ന് വരും. ആർക്കും അവിടെ പറയുന്നത് ആർക്കും വിടുവിക്കാൻ പറ്റാത്ത നിലയിലുള്ളതായ ഒരു വലയിൽ നീ കുടുങ്ങും. ഒരു വല. പിശാച് നിന്റെ ചുറ്റും വല വിരിച്ചിട്ട് നിന്നെ ആ വലയിൽ കുടുക്കുകയാണ്. എന്റെ സമയത്തെ നീ അറിയണം എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളോട് പറഞ്ഞു. കർത്താവ് നമ്മളോട് ദൂതായിട്ട് പറയുക, സന്ദേശമായിട്ട് ഇതിനോട് സന്ദേശമായിട്ട് നീ സമയത്തെ അറിയണം. വലയിൽ കുടുങ്ങുന്നതിന് മുമ്പ്, നാം തകർന്നു പോകുന്നതിന് മുമ്പ്, നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ്, നാം അല്ലെങ്കിൽ നാം രക്ഷയുടെ ആ വലിയ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വലയിൽ കുടുങ്ങി നഷ്ടപ്പെടാതിരിക്കുവാനുള്ള നാം നമ്മുടെ സമയത്തെ അറിയണം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-36 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-36 വാക്യങ്ങൾ. അതിന് യേശു പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ സ്തോത്രത്തോടെ പറയാണ്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപരികളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളി. ആകയാൽ സംഭവിക്കുന്ന എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് നിങ്ങൾ സദാകാലവും പ്രാപ്തനായി ഉണർന്നും പ്രാപ്തനായിട്ടിരിക്കുന്നു. അതെ, നാം നമ്മുടെ സമയത്തെ തിരിച്ചറിയണം. ഭക്ഷണം, ഉറക്കം, ഉപജീവന ചിന്ത. ഭക്ഷണത്തിൽ നമുക്ക് തൃപ്തി വരുന്നില്ല, ഉറക്കത്തിന് തൃപ്തി വരുന്നില്ല, ഉപജീവന ചിന്തകളാൽ ചിന്തിച്ചിട്ട് നമുക്ക് തൃപ്തി വരുന്നില്ല. നമ്മുടെ സമയം വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ സമയങ്ങളെ വിവേചിച്ചിട്ട് ഉറക്കത്തിൽ നിന്നാണെങ്കിൽ ഉണരണം, അതിഭക്ഷണ ചിന്തയാണെങ്കിൽ അതിൽ നിന്ന് അത് വെടിയും. ഉപജീവന ചിന്തയെ മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടിലുള്ളൂ. നമ്മുടെ സമയം ഉപജീവന ചിന്തയ്ക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ തെറ്റാണ്. ഉപജീവന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിർത്താൻ പറയുന്നില്ല. ഉപജീവന കാര്യങ്ങളിൽ ഏർപ്പെടണം. എന്നാൽ ഉപജീവന ചിന്ത മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എങ്കിൽ
ഒന്ന്, ഈ നാം സമയത്തെ അറിയണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന്, മടങ്ങി വരാനുള്ളതായിരിക്കുന്ന സമയമാണെന്ന് ഉള്ള നിലയിൽ നാം മനസ്സിലാക്കുക. നമുക്ക് മടങ്ങി വരാനുള്ള സമയമാണ്, മടങ്ങി വരവിനുള്ള സമയം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 16-18 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിക്കണം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 16-18 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്തു നിന്ന് മടങ്ങി വരും എന്ന യഹോവയുടെ അരുളപ്പാട്. അവർ ശത്രുവിന്റെ ദേശത്തു നിന്ന് മടങ്ങി വരും എന്ന യഹോവയുടെ അരുളപ്പാട്. മടങ്ങി വരുവാനുള്ള സമയം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിന് അവസാന വാക്യത്തിന് എന്താ പറയുന്നത് അറിയാമോ? യഹോവയെ ഞങ്ങളെ മടക്കി വരുത്തണം, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. എവിടെ നിന്ന് മടങ്ങി വരണം? എവിടേക്ക് മടങ്ങി വരണം? എങ്ങനെ മടങ്ങി വരണം? ആര് മടക്കി കൊണ്ടുവരണം? ആരാണ് മടങ്ങി വരേണ്ടത്? ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. ആര് മടങ്ങി വരണം? എവിടേക്ക് മടങ്ങി വരണം? എങ്ങനെ മടങ്ങി വരണം? ആരാണ് മടങ്ങി വരുത്തേണ്ടത്? ആ ചോദ്യത്തിൽ അതിനെല്ലാം ഉത്തരം നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവാസകാലം കഴിയാതെ ദൈവമക്കളുടെ ജീവിതത്തിൽ അതായത് ദൈവത്തിന്റെ സമയം വളരെ അടുത്തിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നാം നമ്മുടെ സ്വദേശത്തിലേക്ക് മടങ്ങി വരണം. എങ്ങനെ? അനുതാപത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ മടങ്ങി വരണം. യിരെമ്യാ 31:9 വായിക്കണം. എങ്ങനെ മടങ്ങി വരേണ്ടതെന്ന് പറയുന്നത്? അവർ കരഞ്ഞുകൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ കരികെ നടത്തും. അവർ എങ്ങനെ വരും? കരഞ്ഞുകൊണ്ടുവരണം. അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ കരഞ്ഞുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് എവിടേക്ക് മടങ്ങി വരണം? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. കർത്താവേ, നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ നിന്ന് ഞാൻ കണ്ണുനീരോട് ഈ കാലങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന എന്റെ പ്രവർത്തന മേഖലകളിൽ ഞാൻ ആ നഷ്ടപ്പെടുത്തിയ സമയം അല്ല അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ആ പ്രവർത്തന മേഖലയിലേക്ക് വരണം. ആത്മീയമായി നമ്മൾ ചിന്തിച്ചാൽ ഇത് മടങ്ങി വരവിനുള്ള സമയമാണ്. നാം നമ്മുടെ സമയത്തെ മടങ്ങി വരാനായിട്ട് ക്രമീകരിക്കേണ്ടതായ ആവശ്യം. പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാം. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവൾ എന്തിനാണ് വിലപിക്കുന്നത്? കാരണം മക്കൾ മടങ്ങി വരേണ്ടതില്ല. റാഹേലമ്മയുടെ പ്രാർത്ഥനയായി നമ്മുടെ സഭകളിൽ വാസ്തവത്തിൽ ഇന്ന് ഇങ്ങനെയുള്ള പ്രാർത്ഥിക്കുന്ന അമ്മമാര് വരണം. പണ്ട് കാലങ്ങളിലൊക്കെ ദൈവസഭയെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും അങ്ങനെയുള്ള അമ്മച്ചിമാരുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മച്ചിമാർ. അവരൊക്കെ നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖം ഇപ്പോൾ അവരുടെ വില ഇപ്പോഴാണ്. ഞാനത് ശരിക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു അനേക അമ്മച്ചിമാരെ നമുക്ക് എടുത്ത് പറയാൻ മനസ്സിലായി. അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനയുടെ ആ അനുഭവമായിരുന്നു സഭകളിലുള്ളത്. ഇന്ന് അവർ പ്രാർത്ഥിക്കാൻ വരുന്നത് മടങ്ങി വരാൻ പറയുന്നവരെ കണ്ണുനീരോടുകൂടെ മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവഭക്തന്മാർക്ക് വേണ്ടി അവരെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കൾ നമുക്ക് തന്നിട്ട് പോയിട്ടുള്ളതായ ആ മൂല്യങ്ങൾ നമ്മൾ പിടിച്ച് പറ്റി മടക്കിക്കൊണ്ടുവരണം. അവർ നമ്മൾ സഭയ്ക്ക് തന്നിട്ടുള്ള മൂല്യങ്ങളെ നാം മുഖാന്തരം മക്കളായിട്ടുള്ള നാം മുഖാന്തരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മൂല്യങ്ങളെ നാം തിരിച്ചു കൊണ്ടുവരേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ്. ദൈവത്തിന് ആ പുതിയ പുത്രനെ മടങ്ങി വരുന്നതിന് വേണ്ടി ആ പിതാവ് കണ്ണിനേരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ആ അപ്പൻ വിദൂരതയിലേക്ക് ആ മകന്റെ വരവ് നോക്കി ഇരിക്കുമായിരുന്നു. ഒരു ദിവസം ആ ഇരിപ്പിന്റെ അപ്പന്റെ കാത്തിരിപ്പ് നിഷ്ഫലമായില്ല. അവൻ മടങ്ങി വന്നു. എവിടേക്കാണ് മടങ്ങി വന്നത്? അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വന്നു. പിതാവിന്റെ അടുക്കിലേക്ക് അവൻ മടങ്ങി വന്നു. ആരാണ് അവനെ മടക്കി വരുത്തിയത്? അവൻ
അവന്റെ അപ്പൻ തന്നെ അവനെ മടക്കി നിർത്തി. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവൻ മടങ്ങി വന്നു. മടങ്ങി വരുവാനുള്ള സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് വീണ് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ, 3 പ്രാവശ്യം വീണ് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ആ ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്ന ബാലന്റെ ജീവൻ അവനിൽ മടങ്ങി വന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഏലിയാവ് വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. സാറാഫാത്തിലെ വിധവയുടെ മകന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ അമ്മ മകന്റെ മരണത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ദേവദാസനെ, അല്ലയോ ജവാനെ, നീ എന്റെ പാപം ഓർപ്പിക്കുന്നതിന് വേണ്ടി എന്റെ മകനെ കൊല്ലുവാനാണോ നീ വന്നത്? എന്റെ മകനെ കൊല്ലാവുന്നവനാണോ നീ? കൊലയാളിയാണെന്ന് ദേവദാസനെ കുറിച്ച് പറഞ്ഞു. ഉടനെ ഏലിയാവ് എന്ത് ചെയ്യുന്നറിയാമോ? നിന്റെ മകൻ എവിടെ? അവൻ ഇതാ കിടക്കുന്നു, ശവമായി കിടക്കുന്നു. ആ ശവത്തെ എനിക്ക് തരിക. ആ മൃതദേഹം എടുത്തുകൊണ്ട്, ആ ശവം എടുത്തുകൊണ്ട് ഏലിയാവ് തന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. ഡെഡ് ബോഡി അവിടെ ആ കട്ടിലിൽ മേൽ കിടത്തി. എന്നിട്ട് ഏലിയാവ് ആ ഡെഡ് ബോഡിയിൽ മേൽ 3 പ്രാവശ്യം വീണു പ്രാർത്ഥിച്ചു, യഹോവേ, ഇവന്റെ ജീവൻ ഇവനിൽ മടങ്ങി വരണമേ. ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. ബാലന്റെ ജീവൻ ഏലിയാവ് അവനിൽ മടങ്ങി വന്നു. ഏലിയാവ് നമുക്ക് സമർത്ഥമാകും. നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് തിരിച്ചു വരാനാണ് സാധിക്കും. പരാജയപ്പെട്ടു പോയിട്ട് നമുക്ക് തിരിച്ചു വരുന്നുള്ള വർഷമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഭയോട് എന്താ പറയുന്നത്? സഭയെ നീ ഏതിൽ വീണിരിക്കുന്നു? എഴുന്നേറ്റ് ആദ്യത്തെ പ്രവർത്തിക്കുക, മടങ്ങി വരിക. മനസ്സിലാക്കപ്പെട്ട് അപ്പൊ നീ മടങ്ങി വരിക എന്നാണ് സഭയോട് പറയുന്നത്. സഭ മടങ്ങി വരണം. സഭ വീണിരിക്കുകയാണ്. സഭയ്ക്ക് വീഴ്ചയുണ്ട്. ഞാൻ എന്റെ മനസ്സിലുകൊണ്ടല്ല, ഞാൻ സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാ പറയുന്നത്. ഞാൻ വളരെ ബോധത്തോടെ പറയുന്നത്. ഞാൻ നമുക്ക് എല്ലാവർക്കും സഭയുടെ വീഴ്ചയ്ക്ക് കാരണമുണ്ട്. നമ്മൾ മടങ്ങി വന്നപ്പെടുത്തുന്നു. അത് 2014 മടങ്ങി വന്നില്ല എങ്കിൽ അതിന്റെ പരാജയം നമ്മൾ കണ്ണുനീരോടെ കുടിക്കേണ്ടി വരും. അതുകൊണ്ട് നാം എഴുന്നേൽക്കേണ്ട സമയമാണ്. വീണ് കിടക്കുന്ന വീണ് കിടക്കുന്ന സമയമാണ്. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് എഴുന്നേറ്റ് വരണം. എഴുന്നേറ്റ് വരുവാണ് നമ്മൾ പറയുകയാണ്. എഴുന്നേറ്റ് വരാനുള്ള സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മുഖത്തുണ്ടാകട്ടെ. അത് നമ്മുടെ ക്രിസ്തീയ ഞാൻ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മടങ്ങി വരുവാനുള്ള ആ സമയമാണ്. നമ്മുടെ സമയം തത്വത്തിലുള്ള 2 അവസാനങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നത്. 2 അവസാന സമയം. ഏതാ 2 അവസാനം? 1 ലോകാവസാനം, 2 ജീവാവസാനം. ലോകാവസാനം മത്തായി 24:3 വായിക്കുന്ന 1 Corinthians 10:10 നിങ്ങളുടെ വാക്യം നോക്കാം. ലോകാവസാനം വന്നതിൽ ഈ ലോകാവസാനം വന്നതിൽ 2012 ലോകാവസാനം ആകുന്നത് ഒരിക്കലും പറഞ്ഞു. 2012 കഴിഞ്ഞു, 2013 കഴിഞ്ഞു ലോകാവസാനം. കർത്താവിന്റെ വചനം വളരെ ശക്തിയോടെ ദൈവത്തിന്റെ വചനം ഇന്നും മാറ്റമില്ലാതെ 2013 മുതൽ 2014 ലോകാവസാനം, ജീവാവസാനം. ഇത് രണ്ടും എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് നമുക്ക് ആർക്കും അറിയില്ല. ലോകാവസാനം എപ്പോൾ സംഭവിക്കുന്ന ആളുകൾ പറയാം. കർത്താവിന്റെ അത് വ്യാപനം ആ കാര്യം കർത്താവിനറിയാൻ വേണ്ടി ആൾക്കറിയാം. ഇതാവിടെ ചോദിക്കാം. ഇനി ജീവാവസാനം എപ്പോൾ സംഭവിക്കും? ഞാൻ കുറച്ച് എന്റെ സമയം ലാസ്റ്റാണ്. അങ്ങനെ ലാസ്റ്റാണ് പറയാൻ എപ്പോഴാണ് പറയാൻ. നമ്മൾ ഓരോരുത്തരുടെയും സമയം അന്ത്യമാണെന്ന് പറയാം, സമയം അടുത്തെന്ന് പറയാം. പക്ഷെ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ജീവാവസാനവും ലോകാവസാനവും എപ്പോഴാണെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതാണ് മനുഷ്യന്റെ സിദ്ധാന്തം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതുകൊണ്ട് ആ സിദ്ധാന്തം അതെ